ഹായ്, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് കുറേ നാളത്തെ ഒരാഗ്രഹമാണ്. അങ്ങനെ ഭയങ്കര ആഗ്രഹമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം എന്തോ കുറച്ച് ജോലിയില്ലാതെ ഇങ്ങനെ കാമായിട്ടിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനൊരു മൂഡ് തോന്നി. എന്താണെന്ന് വെച്ചാൽ എനിക്കും ഒരു മേക്കപ്പ് വീഡിയോ ഷൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഹൗ ഐ ഡു മൈ മേക്കപ്പ് വെൻ ഐ ഗോ ഔട്ട്. ഞാൻ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ മേക്കപ്പ് ഒന്നും ഇടാറില്ല. പക്ഷെ എന്തെങ്കിലും വല്ല കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഉള്ള അല്ലെങ്കിൽ ചുമ്മാ അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചുമ്മാ ഇങ്ങനെ നോക്കി കണ്ണാടിയിലൊക്കെ നോക്കി ഇരിക്കും. പക്ഷെ മിക്കപ്പോഴും പൊട്ടായി പോകാറുള്ളൂ. എനിക്കെന്നെ പിടിക്കില്ല. ഇതാണ് എൻ്റെ റോ ഫേസ്. രാവിലെ എണ്ണീറ്റപ്പോൾ ഒന്ന് മുഖം കഴുകിയെന്നല്ലാതെ പിന്നെ കഴുകിയിട്ടൊന്നുമില്ല. എൻ്റെ ഫേസ് ഭയങ്കര ഇപ്പം ഇത്തിരി ഓയിലി പോലെ തോന്നുന്നുണ്ട്. പക്ഷെ പൊതുവേ എൻ്റെ സ്കിൻ ടൈപ്പ് നല്ല വരണ്ട ഡ്രൈ സ്കിൻ ടൈപ്പാണ്. അയ്യോ, എനിക്ക് ചൂടെടുക്കുന്നു. ഓക്കെ, ആദ്യം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മുടി കെട്ടിവെക്കാം. എന്താ വെച്ചാൽ നമ്മുടെ ഫേസിലോട്ട് മുടിയൊന്നും വീഴാതിരിക്കാൻ. അവസാനം നമുക്ക് ചീവി ശരിയാക്കാം. ഓക്കെ, എന്നിട്ട് ഞാനൊന്ന് ചൂടായിട്ടുണ്ട്. ഓക്കെ, ആദ്യം എന്താ എല്ലാവരും ചെയ്യുന്നത്? ആദ്യം മോയ്സ്ചറൈസർ ഇടുവാണ്. മോയ്സ്ചറൈസർ ഇടാനായിട്ട് എൻ്റെ അധികം സാധനങ്ങളൊന്നുമില്ല. ഞാൻ കുറച്ച് ജോലിയൊക്കെ കിട്ടിയ സമയത്ത് എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടി. കുറച്ച് സാധനങ്ങളുണ്ട്. അതും ഒന്നും അങ്ങനെ റിസർച്ച് ചെയ്തിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. എല്ലാവരും 5-10 സാധനമുണ്ട്. അതിൽ ഞാൻ 2-3 സാധനമായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാ സാധനവും ഇട്ടിട്ട് ഒരു സെറ്റ് ആയിട്ടിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇതെൻ്റെ മോയ്സ്ചറൈസർ. ഇത് ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറൊന്നുമല്ല. പക്ഷേ ഇതെന്തോ ഒരു ഹോമിയോ ഇതിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാ? അല്ലെങ്കിൽ എനിക്കെന്തോ മോയ്സ്ചറൈസർ ഉണ്ട്. എൻ്റെ ഒരു ഡപ്പിയുണ്ട്, ഞാൻ കാണിച്ചു തരാമേ. ഇതിൻ്റെ അകത്ത് കുറേ അലുകുലുത്ത് സാധനങ്ങളെല്ലാം. ഇതാണ് എൻ്റെ ഡപ്പി. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് എൻ്റെ വേറെ എൻ്റെ കയ്യിൽ നിവ്യയുടെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഒരു വലിയ ട്യൂബ്. അത് ഞാൻ ദേഹം മൊത്തം ഇടുന്ന ഒരു മോയ്സ്ചറൈസറാണ്, ഫേസിന് വേണ്ടി മാത്രമല്ല. അല്ലാതെ എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറെ മോയ്സ്ചറൈസർ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. നേരത്തെ ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി. ഡെർമാക്കോയിൻ്റെ അത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമുക്കിപ്പം മോയ്സ്ചറൈസ് ആയ പോലെ ഇടാം. അങ്ങനെ നമുക്ക് സെറ്റപ്പ് ആയിട്ടിടണം. സാധാരണ ഞാൻ ഇങ്ങനെ തീർക്കും. അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ എൻ്റെ ഒരു വിചാരം, ഞാൻ ഈ വീഡിയോ യൂട്യൂബിലോ എവിടെയെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അറിയാവുന്നവരൊക്കെ കാണും, മോശമല്ലേ? എന്നാലും എനിക്കിങ്ങനെ ചുമ്മാ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ, ഇങ്ങനെ പൊട്ടത്തരം എന്തെങ്കിലും കാണിച്ചു കൂട്ടാനുള്ള മൂഡാണ്. എന്തെങ്കിലും ചെയ്യണം, കുരുകുരുപ്പാണ്. ഓക്കെ, കൂടുതൽ മോയ്സ്ചറൈസർ ഇട്ടാൽ കുഴഞ്ഞിരിക്കും. ഇപ്പം തന്നെ കൂടിപ്പോയെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ തേക്കാം. ചില സമയത്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഈ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നവർ രാത്രിയിലൊക്കെ മോയ്സ്ചറൈസ് ചെയ്യണം എന്നൊക്കെ പറയില്ലേ. എനിക്ക് പക്ഷേ കുളിച്ചിട്ട് ഇങ്ങനെ മോയ്സ്ചറൈസ് ചെയ്യാൻ നിവ്യയുടെ മോയ്സ്ചറൈസർ വലിയ കുഴപ്പമില്ല. പക്ഷേ ചില സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ നീറുന്ന പോലെ തോന്നും. ആ കുളിച്ചിറങ്ങിയ ഫ്രഷ്നെസ് മോയ്സ്ചറൈസർ ഇടുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ലാസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നത്തില്ല. പിന്നെ എന്തോ കുഴഞ്ഞ സാധനം ദേഹത്ത് തേക്കുന്ന പോലെ തോന്നും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇടാൻ ഇഷ്ടമില്ല, പക്ഷെ ഞാൻ ചിലപ്പോൾ ഇടുകയൊക്കെ ചെയ്യും. ഓക്കെ, നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തു. കണ്ണെഴുതാനുള്ള സാധനം താഴെ കണ്ടിരിക്കാൻ തോന്നുന്നു, എൻ്റെ ഐലൈനർ. ഓക്കെ, അതല്ലല്ലോ ആദ്യം വേണ്ടത്. മോയ്സ്ചറൈസ് ചെയ്തിട്ട് ഈ സെറമൊക്കെ ഇടുന്നത് മേക്കപ്പിൻ്റെ ഭാഗമല്ലാന്ന് തോന്നുന്നു അല്ലേ, സ്കിൻ കെയർ റൊട്ടീൻ്റെ ഭാഗം. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിലൊരു വൈറ്റമിൻ സി സെറം ഉണ്ട്, അതിപ്പോൾ മേക്കപ്പിന് ഇടേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത്? ഓക്കെ, കൺസീലറാണ് അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ. ഫൗണ്ടേഷനും വേറൊരു സ്ഥലത്തിരിക്കുകയാണ്, എനിക്കതൊന്നും പോയി എടുക്കാൻ വയ്യ. ഓക്കെ, ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ കണ്ടോ? ഇത് ഞാൻ അങ്ങനെ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം, വില കൂടിയ സാധനമൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കില്ല. ഒന്നാമത്തെ കാര്യം, ഞാനത് ഉപയോഗിക്കാനുള്ള സാധ്യത കുറവാണ്.
രണ്ടാമത്തെ കാര്യം കൺസീലർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ എനിക്ക് വേറൊരു അബദ്ധം പറ്റിയത് ഇതുണ്ട്, ഇതെന്തോ പാക്കിൻ്റെ ഒരു കൺസീലറാണ്, പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് വല്ലാണ്ട് അങ്ങ് മാറിപ്പോയി. ഇതല്ലായിരുന്നു ഷെയ്ഡ് വാങ്ങേണ്ടത്. എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത് വാങ്ങിയതാണ്. പക്ഷെ ഞാൻ എൻ്റെ ഷെയ്ഡ് മാച്ചാക്കാൻ കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിച്ച് വേറൊരു ഷെയ്ഡ് സെലക്ട് ചെയ്തതാണ്. പക്ഷേ അവൾ ഉപയോഗിക്കുന്ന ഷെയ്ഡായിരുന്നെങ്കിൽ എനിക്ക് ഈ അബദ്ധം പറ്റില്ലായിരുന്നു. ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് വല്ലാണ്ടങ്ങ് തെറ്റിപ്പോയി. ഓക്കെ, കാര്യത്തിലേക്ക് എത്തട്ടെ. ശരി, ഇനി ഞാൻ രാവിലെ തൊട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ, എനിക്ക് അങ്ങനെ ഒരു വൃത്തിയായിട്ട സ്വഭാവമുണ്ട്. ചായ കിട്ടിയാൽ പിന്നെ കുറേ നേരം കുടിച്ചുകൊണ്ടിരിക്കും. തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ചൂടാക്കി കുടിക്കും. എനിക്ക് 2 കൺസീലറുണ്ട് ഈ സെയിം ബ്രാൻഡിൻ്റെ. അത് ഞാൻ മിക്സാക്കി ഇടയ്ക്ക് തേക്കാറുണ്ട്. സോ എൻ്റെ വിചാരം അത് അപ്പോഴാണ് എൻ്റെ കറക്റ്റ് കളർ മാച്ച് ആവുന്നതെന്നാണ്. അതിൻ്റെ മറ്റേ സാധനം കാണുന്നത്. പിന്നെ വേറൊരു സാധനമുണ്ട്, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ എനിക്ക് മറ്റേ ട്രയൽ പാക്കിൻ്റെ കൂടെ കിട്ടിയതാണ്. അതെനിക്കിഷ്ടമാണ്. എനിക്ക് തപ്പാൻ വയ്യ. ഇതിൻ്റെ താക്കാടൊരു ഡപ്പയുള്ള അതിൻ്റെ അകത്തും തപ്പാൻ വയ്യ. ഓക്കെ, ഞാൻ ഇങ്ങനെ കൺസീൽ ചെയ്യാൻ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്താണ് നമ്മൾ കൺസീൽ ചെയ്യേണ്ടത്. ഇതുണ്ട്, ഇത് ഡാർക്ക് സ്പോട്ട് അല്ല, ഇതിൻ്റെ ഒരു മറുകാണ്. ഇത് മറുക. എനിക്കങ്ങനെ മുഖത്തൊരു 3-4 മറുകുണ്ട്. ഇവിടെ ഒരു മറുകുണ്ട്. ഞാൻ അങ്ങനെയൊന്നും കൺസീലൊന്നും ചെയ്യാറൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാവേ. നമ്മളൊരു കുത്തിട്ടിട്ട് അതിങ്ങനെ പരത്തി കൊടുക്കും. പക്ഷെ മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ പരത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത് ആദ്യത്തേനെക്കാട്ടിലും എന്തോ ഫേസിൽ എന്തോ ഒരു ഗ്ലോ വന്ന പോലെയോ എന്തോ ഒത്തിരിയും കൊണ്ട് ഫേസ് അതൊന്നും കവറാവുന്നില്ലോ. എന്നാലും എവിടെ വെച്ചെടുത്തേക്കാം. അത്രയും മതി. പിന്നെ എനിക്കൊരു ബ്രഷുണ്ട്, ഞാൻ കൈയിട്ടാണ് ചെയ്യുന്നത്. ഇതും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സെയിം ബ്രഷ് ഞാൻ ചോദിച്ചാണ്. അതിനെക്കാട്ടിലും നല്ലതുപോലെ എനിക്ക് തോന്നുന്നത് കൈയിട്ടിട്ട് ഇങ്ങനെ ആക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചത്, ഇതിവിടെ ഇവിടെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ആക്കും. പക്ഷേ ഇതിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഫുൾ നമുക്ക് തേച്ച് വിടാം. മറ്റേ ചൂടെ ടൈം കൺസ്യൂമിങ് ആണ്. ഞാൻ പിന്നെ ഇങ്ങനെ ഫുള്ളങ്ങ് തേക്കും. ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഒന്നും ഇല്ല അങ്ങനെ കൺസീലാക്കാൻ. ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഉള്ള കുറേ ഡാർക്ക് സ്പോട്ട്സിൻ്റെ മുഖത്ത് കുറേ കൺസീലർ തേച്ച് വെച്ചാൽ മുഖം അങ്ങ് ഒരുമാതിരി നാച്ചുറൽ അല്ലാത്ത പോലെ ആയിരിക്കും. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഓക്കെ, ഒത്തിരി ചായ കുടിക്കും. ഏലക്കായിട്ട് ചായ, അതുകൊണ്ട് തണുത്താലും ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഐലൈനർ ഇല്ലാത്ത ഭാഗ്യം. ഐലൈനർ ഇല്ലാതെ നമ്മുടെ ഒരു മേക്കപ്പ് റൊട്ടീൻ, എൻ്റെ ഐലൈനറാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഏറ്റവും ഇത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഞാൻ കമ്മലൊക്കെ ഇടണമല്ലോ. കമ്മലൊക്കെ ഇട്ട് അവസാനം ഡ്രസ്സൊക്കെ ഇട്ട് വന്നാലേ ലാസ്റ്റിലത്തെ ലുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതൊന്നും ചെയ്യാൻ എനിക്ക് മടിയാണ്. നോക്കട്ടെ, പറ്റുമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ പല ഭാഗമായിട്ട് ചെയ്താലും മതിയായിരിക്കും അല്ലേ. ഇനി എന്താ ചെയ്യുന്നത്? ഇനി ഇത്തിരി ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. അഹാന കൃഷ്ണയുടെ വീഡിയോയിലാണ് ആരോ എപ്പോഴും എന്തോ വീഡിയോയിൽ രണ്ട് ഷെയ്ഡ് പോലും അല്ല, പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. അഹാന കൃഷ്ണയുടെ വീഡിയോയിലാന്ന് തോന്നുന്നു പുള്ളിക്കാരി ഇങ്ങനെ ഇതൊരു തെറാപ്യൂട്ടിക് പ്രോസസ്സായിട്ട് പറയുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് 10 മിനിറ്റ് ആയത്. അതൊരു തെറാപ്പി അനുഭവം എനിക്ക് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചുമ്മാ ഇരിക്കല്ലേ, രസമല്ലേ. ഞാനാണ് ആദ്യ ദിവസം ആയതുകൊണ്ട് രാവിലെ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നതുകൊണ്ട് അടുത്ത ഏത് ബുക്ക് വായിക്കണം എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പം ഞാൻ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, എനിക്കൊരു നല്ല ബുക്ക് റെക്കമെൻഡേഷൻ പറഞ്ഞതാണ്. വായിച്ച ഒരു ഗുമ്മുണ്ടായിരിക്കണം,
റെഡ്സ് എന്ന് എനിക്ക് പറയാൻ പറ്റണം. അങ്ങനത്തെ ഒരു സാധനം ഞാൻ പിക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു സാധനം പിക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ വായിക്കാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എടുത്തു. ഇച്ചിരി ടഫ് റീഡാണ്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട ഒരു 10-25 പേജ് വായിച്ച്. പിന്നെ എനിക്ക് ബോറടിച്ചു. ഇതെൻ്റെ ലിപ്പല്ലല്ലോ ഐബ്രോ പെൻസിൽ. ഈ ഐബ്രോസ് എഴുതുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എന്നാൽ എനിക്ക് എപ്പോഴും തോന്നുന്നു എൻ്റെ ഐബ്രോസ് കുറച്ചുകൂടെ തിക്കറായിരുന്നെങ്കിൽ കുറച്ച് നല്ല ഭംഗി കിട്ടിയേനെ. പക്ഷേ എനിക്കിഷ്ടമല്ല അത് ഈ എഴുതി എന്നൊരിക്കലും തോന്നാൻ പാടില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് കണ്ണാടി നോക്കി ഒരുങ്ങുന്ന ഇഷ്ടമായിട്ട്. ഇത് ക്യാമറയുടെ ഫ്രണ്ട് നോക്കിയിരുന്ന് എഴുതാൻ ഒരു സുഖവുമില്ല, ഒരു രസമില്ല. ആൾക്കാരപ്പം എങ്ങനെ ആയിരിക്കില്ലല്ലോ അല്ലേ. കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ. ഞാൻ പക്ഷേ ഐലൈനർ ഉപയോഗിച്ചിട്ട് എൻ്റെ ഇതിങ്ങനെ ഫില്ലാക്കാറുണ്ട്. ഇതിങ്ങനെ ഇവിടെ ഒട്ടും എഴുതിയ പോലെ ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ സ്മഡ്ജ് ചെയ്തിങ്ങനെ കൊടുക്കണം. എന്നിട്ട് തിരിച്ചിങ്ങനെ ബാക്കിലോട്ട് തന്നെ വെക്കുക. പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഡാർക്കായിട്ടുള്ളൊരു ഡെപ്പോസിഷൻസ് ഇങ്ങനെ എങ്ങും കൂടി നിൽക്കാൻ പാടില്ല. ഇപ്പോൾ എഴുതിയതുപോലെ തന്നെ ഉണ്ടോയെന്ന് അറിയില്ല. എൻ്റെ കയ്യിലൊന്നും പറ്റുന്നില്ല. ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട്. കണ്ണാടിയുടെ ഫ്രണ്ടിലെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ചെയ്തില്ല, കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് കാണിച്ചു തരാം. ഐലൈനർ ഇങ്ങനെ എടുത്തിട്ട് അതിലെ ഫുൾ സാധനങ്ങൾ ഇതിങ്ങനെ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ഫുൾ കളയും. പിന്നെ വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ കയ്യിലൊട്ടിച്ച് കഴിക്കാം. പിന്നെ ഇതിലൊരു 10-20% റിമൈനിങ്സേ കാണത്തുള്ളൂ ആ ബ്രഷിൽ. എന്നിട്ട് അതിട്ടിട്ട് ഞാൻ ഇങ്ങനെ പുറത്തുകൂടെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ എനിക്ക് ഐബ്രോ പെൻസിലിട്ട് ചെയ്യണതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നാറുണ്ട്. നാച്ചുറൽ ബ്രോസ് വന്ന പോലെ ഒരു ഫീലിംഗ്. എന്തായാലും ആട്ടെ. ഓക്കെ, ദാറ്റ്സ് ഹൗ ഐ ഡിഡ് മൈ ഐബ്രോസ്. പിന്നെ എൻ്റെ ബാക്കിലൊരു കോമ്പുണ്ട്. ഇതൊക്കെ പൊട്ട സാധനങ്ങളാണ്. ഞാനിങ്ങനെ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ വെക്കുക. ലിപ്സ്റ്റിക്ക് ഞാൻ ഏത് ലിപ്സ്റ്റിക്കാണ്? അയ്യോ, എനിക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് കൊണ്ട് താഴെ ഇരിക്കാൻ പിന്നെ ഒരു ചെയ്യേണ്ട കാര്യം മസ്കാര ഇടുക എന്നുള്ളതാണ്. മസ്കാര ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സാധാ ലിപ്സ്റ്റിക് എനിക്ക് ഒരു ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് മറ്റേ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. തൽക്കാലം നമുക്കിപ്പോൾ ഇടാം. ആലിയ ഭട്ട് ലിപ്സ്റ്റിക് ഇടുന്ന പോലെ നോക്കിയാലോ. അതെങ്ങനെയാണ്? ഇങ്ങനെ ഒരു സ്ഥലത്ത് ലിപ്സ്റ്റിക്ക് കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ പിടിക്കാം, നടുക്ക് പിടിക്കാം. എന്നിട്ട് ചുണ്ടനൊക്കെ വശമില്ല. ഓക്കെ, എന്ത് സാധനം അധികം ഇട്ടാലും വൃത്തികേടാകും. പണ്ടൊക്കെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ബ്രൈഡൽ മേക്കപ്പ് അത് എന്നൊക്കെ പറയുമ്പം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് റേറ്റ് ഒരു ദിവസത്തെ ബ്രൈഡൽ മേക്കപ്പിനൊക്കെ ഒരു 15,000 രൂപയ്ക്കാന്ന് തോന്നുന്നു മിനിമം. ചില ആൾക്കാരുടെ ഞാൻ പറയുമ്പോൾ 15,000 അത്ര ഒന്നുമില്ല, അതിനൊന്നും കിട്ടത്തില്ല എന്ന് പറയും. 25,000 അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. 30-40 ഒക്കെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞൊരു സാധാരണക്കാരുടെ ഒരു 1 ഡേ മേക്കപ്പിൻ്റെ റേറ്റ് ഒരു 15 രൂപ 10 രൂപ. ഒരു 10 രൂപ താഴെയുള്ള സംഭവങ്ങൾ വളരെ കുറവാന്ന് തോന്നുന്നു. 10 രൂപ മിനിമം ആകും. പണ്ടൊക്കെ ആണെങ്കിൽ ഫുള്ളിങ്ങനെ പൊട്ടിയടിച്ച് കണ്ണെഴുതി വലിയ എന്തോ ഇങ്ങനെ കഥകളി അല്ലെങ്കിൽ ഭരതനാട്യത്തിൻ്റെ വേഷത്തിലായിരുന്നു തോന്നുന്നു ഇങ്ങനെ ഒരുക്കുന്നത്. പക്ഷേ അത് എസ്പെഷ്യലി അങ്ങനെ എന്നാലും ക്രിസ്ത്യൻ ബ്രൈഡ്സിനെ ആണെങ്കിൽ പോലും കുറേയൊക്കെ കൂടുതൽ മേക്കപ്പ് ഇടുമായിരുന്നു. ഇപ്പം എല്ലാം ലൈറ്റ് ഫെദർ ടച്ച് അങ്ങനെ എയർ ബ്രഷ് മേക്കപ്പ് ഇട്ട് ഇങ്ങനെ നോ മേക്കപ്പ് ലുക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം. അത് എനിക്കറിയാൻ പറ്റില്ല അവർ ഒരുപാടൊക്കെ ചെയ്തിട്ടാണോ എങ്ങനെയാണ്. ഇതെങ്ങനെയുണ്ട്? നോ മേക്കപ്പ് ലുക്കാണോ? ഇതൊക്കെ എല്ലാം ഉടായ്പാണ്. എനിക്ക് പിന്നെ ഒരു ഇതുണ്ട്, കോമ്പാക്ട് പൗഡർ നമ്മളിങ്ങനെ എടുക്കുന്നു. അതൊക്കെ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യവുമില്ല. ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരുപോലെയേ ഉള്ളൂ. പിന്നെ നമ്മളിതൊരു 10 സാധനം വാങ്ങിച്ചു വെക്കും. ആ 10 എണ്ണം നമ്മളിങ്ങനെ ഉപയോഗിച്ച് വരുമ്പം നമുക്കെന്തോ നമ്മൾ ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ എന്തോ ഒരു വ്യത്യാസമൊക്കെ വരും. പിന്നെ ഇച്ചിരി ഓവറായി കഴിഞ്ഞാൽ ആ ഒരു മേക്കപ്പ് ഇട്ടു എന്നുള്ള ആ സാധനം ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല.
പക്ഷെ ഇതിൻ്റെ അകത്ത് മനസ്സിലാവുന്നുണ്ട്. ആണ് സൂംഡ് ഔട്ട് വ്യൂ. ഓക്കെ, തുടങ്ങിയപ്പോഴും 15 മിനിറ്റ് ഇൻ ടു ദ പ്രോസസ് ആയപ്പോഴും ഒരുപോലെ ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയാണ് നമ്മുടെ ഐലൈനർ. എനിക്ക് വേറൊരു ഐലൈനർ ഉണ്ട്, അതും എവിടെയാണെന്ന് എനിക്കറിയില്ല, താഴെയല്ലായിരിക്കും. ഒരു ഐലൈനർ വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ ഐലൈനർ എഴുതിയത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ തിക്കായിട്ടല്ല, പക്ഷെ ഒരു സിംഗിൾ ലൈനേ കാണത്തുള്ളൂ, ഒരു സ്മോൾ ലിറ്റിൽ ഒരു ടെയിലൻറ്റും കാണും. എന്നിട്ട് അതിങ്ങനെ എന്നാൽ തിക്കല്ല താനും അതിങ്ങനെ എടുത്ത് നിൽക്കും. അത് അവർ എന്ത് ഐലൈനർ ഇട്ട് ചെയ്യുന്നതാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഐലൈനർ എഴുതാൻ കുറച്ചും കൂടെ ഇങ്ങനെ കണ്ണാടി ഇങ്ങനെ അടുത്ത് വേണം, എന്നാലും എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ഏതാണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ. പക്ഷെ ഞാൻ എഴുതിയിട്ട് എനിക്ക് ആ ഒരു ആൾക്കാർ, ഈ യുക്ത എന്ന് പറയുന്നൊരു ഇൻസ്റ്റഗ്രാമിലൊരു പെങ്കൊച്ചിയിലെ പുള്ളിക്കാരിയുടെ ഐലൈനർ എഴുതിയത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതെന്ത് സാധനമായിട്ടിട്ടാൽ ഭയങ്കര മിനിമൽ സിമ്പിൾ സാധനം. പക്ഷേ ഇനി അവരുടെ സ്കിൻ ടോണിൻ്റെ ആണോ എന്താ അറിയില്ല, നല്ല ഇങ്ങനെ എടുത്ത് നിൽക്കും. എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ തോന്നുമായിരിക്കുമല്ലോ അല്ലേ? എന്തെങ്കിലും 2 ടൈലായിപ്പോയോ? കുഴപ്പമില്ല, എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്തോ ഒരു ചെറിയ എൻ്റെ കോംപ്ലക്ഷൻ മാറിപ്പോയതുപോലെ ഒരു ഫീൽ. മുഖം മാത്രം ഇത്തിരി കൂടുതൽ വെളുത്തിരിക്കുന്നു. ഇനി എന്താ, എനിക്ക് താഴെ കണ്ണെഴുതുന്നത് ചില സമയത്ത് ഇഷ്ടമില്ല. രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ എനിക്കെന്തോ ഒരു വൃത്തികെട്ട ലുക്ക് പോലെ തോന്നും. അല്ല താഴെ മാത്രം എഴുതാൻ, അല്ല മുകളിൽ. പിന്നെ എൻ്റെ കണ്ണ് ഭയങ്കര വലിയ കണ്ണൊന്നും അല്ലാന്ന് തോന്നുന്നു. അപ്പം മുകളിൽ എഴുതുമ്പോഴാന്ന് തോന്നുന്നു ഇത്തിരി, എനിക്കറിയാൻ പാടില്ല, എനിക്ക് അങ്ങനെയൊക്കെ തോന്നും. പിന്നെ എൻ്റെ ഒരു പട്ട ഐ ഷാഡോ ഉണ്ട്. ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. തീരാറല്ല, അത് ഫുൾ നശിച്ച് വെച്ചേക്കും. ചുമ്മാ നമുക്കൊരു ഒത്തിരി ഈ കളർ, എൻ്റെ എപ്പോഴും ഇടുന്ന കളർ, നമുക്കൊരു ബ്രൗൺ വല്ലതും ഇടാം. എനിക്കിതിടാൻ അറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഐലൈനർ പടരുമോ? ഇതൊന്നും ഇങ്ങനെ ഇടാൻ വേണ്ടിയല്ല നമ്മളിടുന്ന, ഇട്ടു എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കും. ഇച്ചിരി ഇടുക, വെറുതെ ഇങ്ങനെ ഇച്ചിരി തേച്ച് കൊടുക്കുക. ഒക്കുന്നില്ല. ആദ്യം ഇടണം, എന്നിട്ട് അത് അവിടെ നിന്ന് ഇങ്ങനെ തേച്ച് കളയണം. ഞാൻ അങ്ങനെ ഒരു ഐലൈനർ, ഐ ഷാഡോ തൊപ്പം ഫുൾ ഗ്ലിറ്റർ ഉള്ള ഒരു ഐ ഷാഡോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുൾ ഗ്ലിറ്റർ അതൊരെണ്ണം വാങ്ങിയാലോ? എവിടെ ഇടാമെന്നാന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരെണ്ണം ഓൺ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ മസ്കാര ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് മസ്കാരയാണ് നമുക്ക് ആ ഒരു നോ മേക്കപ്പ് ലുക്കിൻ്റെ എന്തോ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സാധനം. നമ്മൾ വേറെ സാധനങ്ങളൊന്നും അധികം ഇടുന്നില്ലെങ്കിലും മസ്കാര വാരിക്കോരി തേക്കണം എന്നുള്ളതാണ് എനിക്ക് എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസിൽ നിന്നും പഠിച്ചിട്ടുള്ളത്. ഇതെന്തിൻ്റെയാണത്? മെബിലിൻ ഹൈപ്പർ ഗേൾ. ഞാനുണ്ടല്ലോ, എൻ്റെ കൂട്ടത്തിലൊരു പൊട്ട സ്റ്റോറി പറയാം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു ലിപ്സ്റ്റിക്ക് പോലും ഇല്ലായിരുന്നു. എനിക്കങ്ങനെ ലിപ്സ്റ്റിക്ക് വാങ്ങണതൊക്കെ ഒരു തെറ്റായിട്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടു. തെറ്റല്ല, എന്താ പറയുന്നത്, അതൊന്നും നമ്മൾ വാങ്ങുന്ന സാധനമല്ല. എന്താ ഞാനൊന്ന് വിചാരിച്ചിരുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കോളേജൊക്കെ എത്തിക്കഴിഞ്ഞിട്ടാണ്, അപ്പോൾ പോലും എൻ്റെ ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയം. ഞാൻ പിന്നെ എന്തെടുക്കുമായിരുന്നു, ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് എനിക്കറിയാൻ പാടില്ല. ഞാൻ വല്ലവരുടെയൊക്കെ ലിപ്സ്റ്റിക്ക് ഇട്ടാന്ന് തോന്നുന്നു ജീവിച്ചത്. ഞാൻ എന്താ കടയിൽ പോയി ലിപ്സ്റ്റിക്ക് വാങ്ങാഞ്ഞ്.
ഞാൻ എന്താണ് ഒരു ലിപ്സ്റ്റിക് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ. ഈ മസ്കാര ആദ്യം വീട്ടിൽ വാങ്ങിച്ചത് അമ്മയാണ്. അമ്മ ഇങ്ങനെ ഐബ്രോസ് കേൾ ചെയ്യും എന്ന് ആരും വിചാരിക്കരുത്, ജന്മത്തിൽ ചെയ്യില്ല. അമ്മയോട് ആരോ പറഞ്ഞു കൊടുത്തു മസ്കാര പറഞ്ഞൊരു സാധനമുണ്ട്, അതിങ്ങനെ വാങ്ങി വെച്ചിട്ട് ഇവിടെ നരച്ച മുടിയുണ്ടല്ലോ അതിലിങ്ങനെ ഇങ്ങനെ 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 തേക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പുള്ളിക്കാരി മസ്കാര 1-2 പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ സാധനം ഇങ്ങനെ ട്രൈ നോക്കിയിട്ടുള്ളത്. പക്ഷെ അതൊന്നും വരുന്നൊന്നുമില്ല. കുറച്ചുണ്ട് കണ്ടോ, അതിങ്ങനെ നല്ല സ്ലോ പ്രോസസ്സാണ്. ഇവിടെ ഇച്ചിരി കളറുണ്ട്, അതൊന്നും മാറ്റാൻ പറ്റുന്നില്ല. ഇത് എനിക്ക് കുറച്ചും കൂടെ വോളിയം കിട്ടുന്ന ഒരു മസ്കാര ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിക്കിരുന്നേനെ. എനിക്കിടയ്ക്ക് തോന്നുന്നു സാധനങ്ങളൊന്നും വാങ്ങല്ലേ, ഉള്ളത് തന്നെ എടുത്ത് കളയുന്നതാണ് ബുദ്ധിന്ന്. ഒന്നും കാണാനൊന്നുമില്ല. പക്ഷെ ഓക്കെ, ഇനി എനിക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഉണ്ടോ? അയ്യോ, സൺസ്ക്രീൻ ഇട്ടില്ല കേട്ടോ, അത് പോട്ടെ, അതിനിപ്പോൾ എണ്ണ ഇടാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് ആ പടം ചെയ്യാനുള്ള എന്തെങ്കിലും എന്തെങ്കിലും സാധനമാണ്. വേണമെങ്കിൽ ഞാൻ ഒരു പൊട്ട് തൊടാം. പക്ഷെ ഇതൊരു പൊട്ടിൻ്റെ ലുക്കാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു പൊട്ട് തൊടാം. എനിക്കിടയ്ക്ക് തോന്നും പെട്ടെന്ന് അങ്ങ് പോയി മൂക്കുത്തിയാലോ എന്ന്. പക്ഷെ പിന്നെ എനിക്ക് തോന്നും ചേരത്തില്ലായിരിക്കും. പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ സെപ്റ്റം സാധനമില്ലേ, അതൊന്ന് ഇട്ട് നോക്കിയാലോ എന്ന്. പിന്നെ ഞാൻ വിചാരിക്കാം അത് എന്ത് ചെയ്താലും അതൊന്നും അൺഡു ചെയ്യാൻ പറ്റത്തില്ല, അത് വരുമോ, എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ, ഇതാണോ എന്നുള്ളത്. ഓക്കെ, നൗ ഇറ്റ്സ് ടൈം ടു കോംബ് മൈ ഹെയർ. ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് കളർ ചെയ്ത കളറാട്ടോ. അതിൻ്റെ വൃത്തികേട് കാണാനുണ്ടാവും, പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ വൃത്തികേടൊന്നും എനിക്ക് ബാധകമല്ല. ഇനി വൃത്തികേട് അടിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് വൃത്തികേടായാൽ വേണമെങ്കിൽ ബ്ലാക്ക് ഡേ അടിക്കാം, അല്ലെങ്കിൽ മുടി വെട്ടിക്കളയാം, അല്ലെങ്കിൽ തന്നെ മുടിക്കിപ്പം കുറച്ച് നീളമൊക്കെ ഉണ്ട്. ആ മുടി ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ തന്നെയാണ്. ഞാൻ ചിലപ്പോൾ പാർട്ടീഷൻ, എന്നോട് എല്ലാവരും പറയും, അല്ലെ വീട്ടിലുള്ളവരോ അല്ലെ ആൻറ്റിമാരോ ആരാണ്ടൊക്കെ എന്നോട് പറയാറുണ്ട് മുടി ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത്. കാരണം എൻ്റെ നെറ്റി ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ അത്രയും വലുപ്പമുണ്ട്. അപ്പോൾ മുടി സൈഡിലോട്ട് ചെയ്യുന്നതാണല്ലോ അമ്മച്ചിയൊക്കെ എപ്പോഴും പറയും. പിന്നെ ഈ മുടി നീ സൈഡിലോട്ട് ഇങ്ങനെ നെറ്റി ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം ഇങ്ങനെ. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ കഷണ്ടി തലയൊക്കെ കാണിച്ചാണ് നടക്കുന്നത്. ഇത് കഷണ്ടി ഒന്നും അല്ല, ഇത് എൻ്റെ ഹെയർ ലൈൻ ഇങ്ങനെ പോകുന്നൊന്നുമില്ല, പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്. എനിക്ക് ഇത്ര നെറ്റിയുണ്ട് കണ്ടോ. ദിസ് ഇസ് മൈ ഫോർഹെഡ്. കൊള്ളാവോ? ഇനി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഇട്ടിട്ട് വരാം. പറ്റുമോ നോക്കട്ടെ. ഓക്കേ, ഐ എം ബാക്ക്. ഞാൻ ഡ്രസ്സ് ഇട്ടു, പിന്നെ കമ്മലിട്ടു. എനിക്കിങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സൊന്നുമില്ല. ആ പാടെ 1-2 അങ്ങാണ്ടേ ഉള്ളൂ, അതും ഇത്രേ ഉള്ളൂ. എനിക്കിങ്ങനെ വാങ്ങിച്ച് കൂട്ടണമെന്ന് തോന്നുന്നു, ചിലപ്പോൾ തോന്നും വേണമെന്ന്. പക്ഷെ എനിക്കത് വാങ്ങിക്കാനും വെക്കാനും ഉപയോഗിക്കാനും ഒന്നും വയ്യ, ഒരു മടിച്ചാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ എന്തോ ഒത്തിരി ഒരു ഐബ്രോ പെൻസിലായിട്ട് കൂടി. ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ഐ എം റെഡി ടു I don't want to go for a wedding. എനിക്ക് കല്യാണത്തിനൊക്കെ പോകാൻ മടിയാണ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഇങ്ങനെ കമ്പനി അടിച്ചൊക്കെ പോകാൻ പറ്റിയാൽ എന്താ ഇടുന്നതെന്നൊക്കെ ആലോചിച്ച്
ഇങ്ങനെ ടീമപ്പ് ചെയ്ത് പോകാനുള്ള സിറ്റുവേഷൻസിൽ കല്യാണത്തിനൊക്കെ പോകാൻ എനിക്കിഷ്ടമാണ്. അല്ലാതെ ഇങ്ങനെ കുറേ അതെനിക്കിഷ്ടമല്ല അല്ലാതെ പോകുന്നത്. അല്ലെങ്കിലും അത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഇങ്ങനെ 2-3 ഫോട്ടോസ് ലാസ്റ്റ് ഇങ്ങനെ കാണിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ, അറിയത്തില്ല. ഞാൻ ഷോവൊക്കെ വാ. ഓക്കെ ബൈ.